നമസ്കാരം, ഞാൻ ഡോക്ടർ ആവണി ഹർഷൻ, ഒരു വുമൺ എംപവർമെൻറ്റ് കോച്ചാണ്. ഇന്ന് പ്രൊക്രാസ്റ്റിനേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യം നമ്മൾ ഡിലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇത് മടി കൊണ്ടാണ് എന്ന്. പക്ഷേ ശരിക്കും ഇത് മടിയല്ല. കാരണം നമ്മുടെ മൈൻഡിൽ ഉള്ള ചില കാര്യങ്ങൾ അത് ഡീപ്പ് റൂട്ടഡ് ആയി കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ദ റൈറ്റ് ആക്ഷൻ എടുക്കാറില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ദ ഫിയർ ഓഫ് ഫെയിലിയർ. നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് ആ സക്സസ് കിട്ടിയില്ലെങ്കിലോ, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടന്നില്ലെങ്കിലോ. ചിലപ്പോൾ മൈൻഡ് പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് എപ്പോഴെങ്കിലും ഇതേ കാര്യമോ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അത് പരാജയപ്പെട്ടിട്ടും ഉണ്ടാകാം. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കാൻ ഭയക്കും. പിന്നീട് ഈ നിമിഷം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. അതെന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ കോൾ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു സെമിനാറോ വെബിനാറോ, അതല്ല നിങ്ങളുടെ ജോലി സംബന്ധമായി ഒരു മീറ്റിംഗ്, അതിൻ്റെ ലീഡർഷിപ്പിനുള്ള ചുമതല നിങ്ങൾക്ക് തരുവാണ് എങ്കിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ചിന്തകളാണ്? പണ്ട് ഞാൻ ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അവിടെ ഫെയിലായി. അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മുമ്പിൽ ഞാൻ ഇൻസൾട്ട് ആവുകയോ അവരെന്നെ കളിയാക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ഡീപ്പ് റൂട്ടഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അത് ഗ്രാബ് ചെയ്താലും അത് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി നയിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ഇതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഈ ഒരു കാര്യം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഇതൊരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങൾ യു ബിക്കം ഓവർവെൽംഡ്. അപ്പോൾ മൈൻഡ് ഓരോരോ എക്സ്ക്യൂസസ് കാണിച്ചു കൊണ്ടേയിരിക്കും. ആൻഡ് നിങ്ങൾ ആ ആക്ഷൻ എടുക്കില്ല, നാളത്തേക്ക് വെക്കും. അത് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ നീണ്ടു പോകും. ഇതാണ് ശരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ ഇതിൻ്റെ കാര്യം മടിയല്ല എന്ന് മനസ്സിലാക്കുക. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ടാസ്ക് അല്ലെങ്കിൽ ഈ ആക്ഷൻ ഇത് നിങ്ങൾ ചെയ്ത് തീർത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ എൻഡ് റിസൾട്ട് അതെന്തായിരിക്കും? അപ്പോൾ തന്നെ ആലോചിക്കുകയാണ്, ഞാൻ ഫെയിൽ ആകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആ ആക്ഷൻ എടുക്കില്ല. അപ്പോൾ അവിടെ ഫിയർ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻഡ് റിസൾട്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, എന്ത് ടാസ്ക് ആയിക്കോട്ടെ അത് എനിക്ക് ചെയ്യാൻ പറ്റും, സക്സസ്ഫുള്ളി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിൽ വിചാരിക്കുക. നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് വളരെ ലോ എനർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ വിചാരിക്കും, ഞാൻ ഓക്കെ അല്ല ഇത്ര വലിയൊരു ടാസ്ക് ചെയ്യാൻ. ടാസ്ക് ചെറുതോ വലുതോ ആകാം. അപ്പം ഇത് വേറൊരു എക്സ്ക്യൂസാണ് നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെർഫെക്ഷനിസം. അതായത് നമ്മളൊരു റൈറ്റ് ടൈം
അല്ലെങ്കിൽ റൈറ്റ് മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് പെർഫെക്റ്റ് ടൈം അല്ല, ഇന്ന കാര്യം വളരെ ഭംഗിയോടുകൂടി തന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇതിങ്ങനെ ഒന്നും ചെയ്താൽ പോരാ. അപ്പം നിങ്ങളുടെ മൈൻഡിൽ എന്താണ്, എനിക്ക് പെർഫെക്റ്റോടുകൂടി തന്നെ ചെയ്യണമെന്നാണ്. അപ്പോൾ പെർഫെക്റ്റോടുകൂടി ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു ടാസ്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫെസിലിറ്റീസ് അല്ലെങ്കിൽ റിസോഴ്സസ് വെച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുത്തു, എങ്ങനെയെങ്കിലും ഒരു കറേജിയസ് ആയിട്ട് ആ ആക്ഷൻ എടുത്തു, പക്ഷേ നിങ്ങൾക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ ഫെയിലായി എന്ന് വിചാരിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫെയിലിയർ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ല. ഏതൊരു കാര്യത്തിനും ഫീഡ്ബാക്ക് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ വിജയിച്ചില്ല എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടാത്തത്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഞാൻ കറേജിയസ് ആയിട്ട് ചെറുതാണെങ്കിലും ഈ ഒരു കാര്യം ഞാൻ ചെയ്തല്ലോ, അതിന് നിങ്ങളെ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് ഫിയർ ഓഫ് ഫെയിലിയർ, ഓവർവെൽം, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആൻഡ് പെർഫെക്ഷനിസം. ഇനി മൈൻഡ് പവറിൽ കൂടി എങ്ങനെ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷനെ ഓവർകം ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പവർഫുൾ മൈൻഡ് പവർ റീപ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഓവർകം ചെയ്യാം. ഒരു ടാസ്ക് വരുമ്പോൾ നിങ്ങൾ ഡിലേ ചെയ്യുന്ന ആ മൊമെൻറ്റിൽ യു ക്യാൻ സേ ദിസ് റിപ്പീറ്റഡ്ലി ഇൻ യുവർ മൈൻഡ്, അല്ലെങ്കിൽ ലൗഡായിട്ട് പറയാം. എന്താണ്? ഡു നൗ ആക്ട്, ഡു നൗ ആക്ട്. നൗ എന്ന് പറയുന്നത് ടു ഗെറ്റ് ഇൻ ടു ദ പ്രസന്റ് മൊമെൻറ്റ്. ആക്ട് എന്ന് പറയുന്നത് ടു മൂവ് ഫ്രം തോട്ട് ഇൻ ടു ആക്ഷൻ. മൂവ് എന്ന് പറയുന്നത് ടു ബ്രേക്ക് ഇനേർഷ്യ. ഡു നൗ ആക്ട്. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഇതൊരു പ്രാവശ്യം പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷൻ പെട്ടെന്ന് നിന്ന് പോകാനൊന്നും പോകുന്നില്ല. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. നിങ്ങളത് നിരന്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ഓക്കെ. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ, ക്രോണിക് പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യാൻ പറ്റാൻ തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഡീപ്പായിട്ടുള്ള ട്രോമയോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഹീലിംഗ് പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.